അപ്പോൾ ഉച്ചയ്ക്ക് ഊണിനായിട്ടുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് കൊത്തിയരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കുനുകുനാ കൊത്തിയരിയുവാണ്. അപ്പോൾ ക്യാരറ്റ് സവാളയും പച്ചമുളകും തേങ്ങയൊക്കെ ഇട്ട് തോരനാക്കാനായിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മൾ ഒഴിച്ചുകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പരിപ്പും തക്കാളിയും കൂടിയായിരുന്നു, പച്ചമുളകൊക്കെ കീറിയിട്ട് പിന്നെ തേങ്ങയും ജീരകവും ഒരു അല്ലി വെളുത്തുള്ളിയൊക്കെ കൂടെ അരച്ച് ചേർത്തിട്ട് അങ്ങനെയാണ് കറി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിരാവിലെ ഉണ്ടാക്കിയ കറിയാണ് കേട്ടോ. പിന്നെ കടുകൊക്കെ വറുത്തതിലേക്ക് ഒഴിച്ച് നല്ല സൂപ്പർ ടേസ്റ്റാണ് പരിപ്പ് കറി ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നാട്ടിൻ പുറത്തെ ജീവിത രീതിയും ഭക്ഷണ രീതിയും ഒക്കെ ഇഷ്ടമായിട്ടുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തോരൻ അടുപ്പയിൽ വെച്ചിട്ട് പിന്നെ ഞാൻ മുട്ടയും കൂടെ പൊരിക്കാനായിട്ട് പോവുക കേട്ടോ. മുട്ട ഒരു സിമ്പിളായിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുളക് പൊടിയും കൂടെ അതിനകത്തേക്ക് ഇട്ടു. പിന്നെ ഞാൻ മുട്ട നന്നായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ചെയ്തത്. സവാളയോ അങ്ങനെയൊന്നും മുളകൊന്നും വേറെ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ മുട്ട പൊരിച്ചതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചോറ് വിളമ്പാം. അപ്പോൾ വേറെ എന്തൊക്കെയാണ് സ്പെഷ്യലൊന്നും കൂടെ കാണണ്ടേ, സ്കിപ്പ് ചെയ്ത് പോരുത് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് തോരൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ചാള വറുത്തുണ്ടായിരുന്നു കേട്ടോ, 2 ചാള വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ മുട്ട പൊരിച്ച ഒരു സൈഡിൽ വെച്ചു. പിന്നെ എൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇത് കടുകപ്പുളി, അത് ഞാൻ ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ്, കാന്താരി മുളകൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിൻ്റെ ചാറ് ഒക്കെ നല്ലൊരു പുളിയും ഉപ്പുമൊക്കെ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ. പിന്നെ ഇതാ നമ്മുടെ പരിപ്പ് കറിയും കൂടെ ഒഴിച്ച് കറിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ എടുക്കുന്നുണ്ട്. നമുക്ക് ഊണ് കഴിക്കാനായിട്ട് പോകാവേ. അപ്പോൾ മീനും മുട്ട പൊരിച്ചതും തോരനും പരിപ്പ് കറിയും എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല രീതിയിൽ ഊണ് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു ഭക്ഷണത്തിന്. നാടൻ രീതിയിൽ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണോ? അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുതേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരുടെയും ഇന്നത്തെ ഉച്ചഭക്ഷണം എന്താണെന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ഭക്ഷണം ഉണ്ടാക്കുന്ന വീഡിയോ വിശദമായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് ഷോർട്ടായിട്ട് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുതേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.